ട്രംപിന്റെ വായ്ത്താളവും ഇറാന്റെ പച്ചയായിട്ടുള്ള നിലപാടും ഇന്ന് ഇത് പശ്ചിമേഷ്യയെ കൊണ്ട് എത്തിച്ചേർക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻ വിനാശത്തിലേക്കാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് ലോക രാജ്യങ്ങളെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇറാന്റെ സൈന്യത്തെ ഞങ്ങൾ എതിർത്തു, അവരെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് അമേരിക്ക ഈ ഒരു കാര്യം പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, ഒളിപ്പിച്ച ആയുധ ശേഖരം ഞങ്ങളുടെ പക്കലുണ്ട്, ഖേദിച്ച് കീഴടങ്ങുന്നത് വരെ യുദ്ധം തുടരും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ദീർഘദൂര ആക്രമണ ഡ്രോണുകൾ, കൃത്യതയാർന്ന മിസൈലുകൾ, ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ എന്നിവയിൽ ഇറാൻ ബഹുദൂരം മുന്നിലാണെന്നും മേജർ ജനറൽ അലി അബ്ദുല്ലാഹി അവകാശപ്പെടുകയാണ്. അതായത് അവർ പറയുകയാണ്, അവർക്ക് ഇത്രയും സന്നാഹങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കരയുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം കൊണ്ടുപോകും, നിങ്ങൾ അതിൽ ഖേദിക്കുന്നത് വരെ ഞങ്ങൾ ഈ ഒരു പരിപാടി നടത്തും എന്നതാണ് ഇറാൻ പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നും ശത്രുക്കൾ പൂർണ്ണമായും കീഴടങ്ങുന്നത് വരെ ഒരു യുദ്ധം അവസാനിക്കില്ല, അത് തുടരുമെന്നും ഇറാൻ വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കും ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾക്കും തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ സൈന്യമുള്ളത്. ഇതിനിടയിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആകാശവാദങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഇറാൻ. US സ്ഥിരമായിട്ടുള്ള ഒരു അപമാനവും സൃഷ്ടിക്കുന്നത് വരെ, അവർ ഖേദം പ്രകടിപ്പിച്ച് കീഴടക്കുന്നത് വരെയും നിലവിലെ യുദ്ധം തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇറാൻ സായുധ സേനകളുടെ ആസ്ഥാനമായിട്ടുള്ള ഖദം അൽ അൽബിയുടെ വാഗ്ദാവ് ഇറക്കിയ പ്രസ്താവനയിലാണ് ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, യുദ്ധത്തിൽ നിന്ന് ഇറാൻ പിന്നോട്ടില്ല എന്നുള്ളത്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ ആണെന്ന് പറയുമ്പോഴും ഈ യുദ്ധങ്ങൾക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിച്ചു, ഞങ്ങൾ അവരെ തകർത്ത് കളഞ്ഞു, അവരുടെ സൈന്യത്തെ ഇല്ലാതാക്കി, അവരുടെ നേതൃനിരയെ തന്നെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വലിയ മറുപടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നോക്കിക്കേ നിങ്ങൾ, അവർ എത്രത്തോളമാണ് അവരുടെ ആയുധ ശേഖരങ്ങൾ ഉള്ളത്, നിങ്ങൾക്കറിയാത്ത പല ആയുധങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇറാൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ലോകത്തെ മൊത്തത്തിൽ ഒരു വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ, മാത്രമല്ല ഈ കൃത്യതയാർന്ന മിസൈലുകൾ, അതുപോലെ തന്നെ ദീർഘദൂര ആക്രമണ ഡ്രോണുകൾ, ഇത്രയും സംഭവം ഞങ്ങളുടെ പക്കലുണ്ട്, നിങ്ങൾക്കറിയാത്ത പലതും ഞങ്ങളുടെ പക്കലുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ നൽകുന്നത്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല കേട്ടോ, ഇത് ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഓരോ ദിവസവും ഇറാന്റെ പക്കൽ ഉണ്ടാകുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ക്ലസ്റ്റർ കണക്കുള്ള ബോംബുകളൊക്കെ പരിചയപ്പെടുത്തി ഇനി അടുത്ത് എന്തായിരിക്കും, ഇതിനു മുമ്പ് ഡേർട്ടി ബോംബുകളൊക്കെ പ്രയോഗിച്ചേക്കാം എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അത് തൽക്കാലം ഇല്ല എങ്കിൽ തന്നെയും ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ പറയുന്ന നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്, നിങ്ങൾ ഖേദിക്കുന്നത് വരെ, നിങ്ങൾ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്നാണ് ഈ പറയുന്ന ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ തകർന്നിട്ടില്ല, ഇറാന്റെ സൈന്യത്തെ തറക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അവർ അടിയറവ് പറഞ്ഞിട്ടില്ല, അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടില്ല എന്നതാണ്. എന്തായാലും അമേരിക്കയല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇത്തരം പൊള്ളയായിട്ടുള്ള വാദങ്ങൾ പറയുമ്പോഴും ഒരു അശാന്തി അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു അസമാധാനം അവിടെയുണ്ട്. കാരണം വളരെ പേടിയാണ്, ഇനിയുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്നുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രസ്താവനയൊക്കെ നടത്തി ഈ മാനിപ്പുലേറ്റിംഗ് കിങ് ഈ യുദ്ധം അവസാനിപ്പിച്ചു, ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇറാൻ അവിടെ തകർന്നെന്നോ അല്ലെങ്കിൽ ഇറാന്റെ നേതാക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലിരട്ടി ഈ ഇസ്രയേലും അമേരിക്കയിലും സംഭവിച്ചിട്ടുണ്ട് എന്നതൊക്കെ സത്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു കടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പക്കൽ ഇത്രയും നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ആയുധ ശേഖരണങ്ങളുണ്ട്, നിങ്ങൾ ഖേദിക്കുന്നത് വരെ, കാല് പിടിക്കുന്നത് വരെ യുദ്ധം തുടരുമെന്നുള്ള അടുത്തൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മുന്നറിയിപ്പിൽ ലോകം മൊത്തത്തിൽ ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഇറാന്റെ നടപടികൾ എപ്പോഴും വളരെ ക്ലിയർ ആണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ യുദ്ധം വലിയ പ്രശ്നത്തിലേക്ക് മാറും എന്നത് പശ്ചിമേഷ്യയ്ക്കും ലോകത്തിനും
മൊത്തം അറിയാം. അതുകൊണ്ടാണ് അവർ ഇതിനെ ഒരു ഭയത്തോടെ നോക്കിക്കാണുന്നത്. ഇനി ഭീഷണികളെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയാണ്. ഇനി ഇറാന്റെ സൈനിക ശക്തി തകർന്നുവെന്ന ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. അതായത് ആക്രമണം. ഇറാൻ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അത് ഈ ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ ആയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപ് തന്റെ 19 മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് വെറും 15 മിനിറ്റ് ഉള്ളിലാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇറാൻ പിന്നോട്ടില്ല, ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല, ഇറാൻ ആർക്കും മുന്നിലും അടിയറവ് പറഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ ട്രംപിന്റെ പ്രസംഗത്തിന് ശേഷം 15 മിനിറ്റിനുള്ളിൽ ഇസ്രയേലിലേക്ക് ഇറാന്റെ ഒരു ആക്രമണം നടന്നത്. എന്തായാലും ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളും മിസൈൽ നിർമ്മാണശാലകളും തകർത്തെന്നും യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും ട്രംപ് പ്രസംഗത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രസ്താവനകളെ വെല്ലുവിളിക്കുന്നതാണ് ഇറാന്റെ ഈ ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത്. മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേലിലുടനീളം സൈറണുകൾ മുഴങ്ങുകയാണ്. അവിടുത്തെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ IDF നിർദ്ദേശിച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശ്രമം തുടരുകയാണെന്നുമാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സ്ഥിരീകരണം അവിടെ നിന്നുണ്ടായിട്ടില്ല. എന്തായാലും ഇറാന്റെ ഇതിൽ എന്താണ് പ്രതികരണം എന്ന് നോക്കാം. ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക ശേഷിയും നശിപ്പിച്ചു എന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു രാജ്യത്തെ തലവൻ അടിയറവ് പറഞ്ഞു, അവരെ ഞങ്ങൾ തകർത്തു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇറാന്റെ കരുത്ത് കാട്ടിയിരിക്കുകയാണ് ഇസ്രായേലിൽ. അവിടെ സൈറണുകൾ നിർത്താതെ മുഴങ്ങുകയാണ്. ജനങ്ങളെ സുരക്ഷിത താവളങ്ങളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുകയാണ് IDF-നും വളരെ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവിടുത്തെ IDF-നൊക്കെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായതായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അടുക്ക പറയുന്നത് പോലെ തന്നെ അവിടുത്തെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. അതായത് IDF-നെ കുറവാണ്, അവിടുത്തെ സൈനികർ കുറയുന്നു, മാത്രമല്ല അവർക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇറാന്റെ ആക്രമണം വീണ്ടും ഇതേപോലെ തന്നെ ഇസ്രയേലിലേക്ക് ചെന്ന് പതിച്ചത്. അതൊരു വെറും ഒരു ആക്രമണമല്ല. ഈ പറയുന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളി ഞങ്ങൾ ആർക്കും മുമ്പിലും തലകുനിച്ചിട്ടില്ല, ഞങ്ങൾ പതറിയിട്ടില്ല, ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ഈ ആക്രമണം നടക്കുന്നത്. എന്തായാലും ഇറാനെ കുറിച്ചുള്ള US രഹസ്യ അന്വേഷണ വിവരങ്ങൾ അപൂർണമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. US-ന് ഒരിക്കലും എത്തിപ്പെടാനാകാത്ത രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ ആയുധ നിർമ്മാണങ്ങളെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചും ഉപകരണങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ രഹസ്യ അന്വേഷണ വിവരങ്ങൾ അപൂർണമാണ്. ഞങ്ങളുടെ വിശാലവും തന്ത്രപരവുമായിട്ടുള്ള കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രയേറെ കാര്യങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. ഇറാൻ 10 വർഷത്തിന് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാം സജ്ജമാണ്, അവിടെ ഒന്നിനും ഒരു കുറവില്ല എന്നുള്ളതാണ്. എന്തായാലും തന്ത്രപരമായിട്ടുള്ള മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, ഡ്രോണുകൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റു തന്ത്രപരമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ചില സംവിധാനങ്ങൾ എന്നിവ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചുവെന്ന് കരുതരുത്. അത്തരം ഊഹങ്ങൾ നിങ്ങൾ വീണ് കിടക്കുന്ന കുഴിയെ കൂടുതൽ ആഴത്തിലേക്കും നിങ്ങൾ ആക്രമിച്ചതായി കരുതുന്ന കേന്ദ്രങ്ങൾ നിസാരമാണെന്നും ഞങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള സൈനിക ഉൽപാദനം നിങ്ങൾക്ക് അറിയാത്തതും നിങ്ങൾ ഒരിക്കലും എത്തിച്ചേരാത്തതുമായ സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇറാന്റെ കാര്യങ്ങൾ എത്രത്തോളമാണ് എന്നത്. ഇനി ഇറാൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും സംവിധാനങ്ങളും എണ്ണാൻ ശ്രമിക്കേണ്ടതില്ല, അത് തെറ്റിപ്പോകും എന്നുള്ളതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ ഒരു മിസൈൽ സിറ്റി ഉണ്ട്. 50 അടി താഴ്ചയിൽ ഈ യുദ്ധോപകരണങ്ങളും മിസൈലുകളും സൂക്ഷിക്കുന്ന 50 അടി താഴ്ചയിലുള്ള ഒരു ഭൂഗർഭ അറയുണ്ട്. ആ അറയിൽ എത്രത്തോളമാണ് അവരുടെ ഈ പറയുന്ന യുദ്ധോപകരണങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അന്ന് ആലോചിച്ച് നോക്കിക്കുക. അത്രയേറെ സജ്ജമാണ്. എന്തിനും ഏതിനും എപ്പോൾ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണ് ഇറാൻ. കാരണം പണ്ട് തൊട്ടേ അവിടെ യുദ്ധം നടക്കും, ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്ന് ഇറാൻ അറിയാം. കാരണം അതേപോലുള്ള ഒരു രീതിയിലാണ് ഇറാൻ വന്നത്.
അതുകൊണ്ട് തന്നെ ഇറാന്റെ പക്കലുള്ള ഈ പറയുന്ന സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളെയോ ഒന്നും നിങ്ങൾ എണ്ണാൻ നിൽക്കണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് പെട്ടെന്നൊന്നും ഇറാനെ തകർക്കാൻ എന്തായാലും കഴിയില്ല. ഇനി ഈ ഇറാൻ പറയുന്നത് പോലെ തന്നെ 10 വർഷം എന്നാകട്ടെ, അപ്പോഴും അവരുടെ കയ്യിലെല്ലാം സജ്ജമാണെന്നാണ് ഇറാൻ അവിടെ പറയുന്നത്. ഇപ്പൊ നേതാക്കൾ മരിച്ചതുകൊണ്ട് ഇറാനെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ കുട്ടികൾ മരിച്ചു, അത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമായിരുന്നു, വളരെ വിഷമകരമായിട്ടുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും അത് അവർക്കൊരു തളർത്തുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ ഒന്ന് ഒരു ഉലയ്ക്കുന്ന രീതിയിലേക്കോ ഒന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അവിടെ മരിച്ചു വീണ ഓരോ ചോരയും അവരുടെ രക്തസാക്ഷി എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മരണം അവിടെ രക്തസാക്ഷിത്വമായിട്ട് മാറുമ്പോൾ ഇറാന്റെ കരുത്ത് എത്രത്തോളമാണെന്ന്. ഇനി അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ സൈനിക കരുത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണ ഇല്ല എന്നും ശത്രുക്കളുടെ നിരുപാധികമായിട്ടുള്ള കീഴടങ്ങൽ വരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ സൈനിക കമാൻഡ് പറയുകയാണ്. ഇതാണ് ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്. ഈ നിലപാടിൽ ഇനി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യുദ്ധം ഭീകരമായിട്ട് മാറുമെന്നതിൽ സംശയമില്ല. ഇനി ഇറാനിയൻ സായുധ സേനയുടെ ഖദം അൽ അൽബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സൈനിക ശക്തിയെയും ആയുധ ശേഖരത്തെയും കുറിച്ച് ശത്രുക്കൾക്ക് ഒരു അറിവുമില്ല എന്നാണ് കമാൻഡോ വക്താവ് പറയുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക ശേഷികൾ ശത്രുക്കളുടെ അറിവിനപ്പുറമാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. എന്തായാലും ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളോ ഡ്രോൺ നിർമ്മാണശാലകളോ തകർക്കാൻ സാധിക്കുമെന്ന് ആരും മോഹിക്കേണ്ടതില്ല എന്നും ശത്രുക്കൾക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത രഹസ്യ കേന്ദ്രങ്ങളാണ് തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക ഉൽപാദനം നടക്കുന്നത് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ. ഇതുവരെ ലക്ഷ്യം വെക്കപ്പെട്ട കേന്ദ്രങ്ങൾ അത്ര പ്രധാനമല്ലാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തായാലും ഇറാനിയൻ സൈനിക വിഭാഗങ്ങളെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാന കമാൻഡ് യൂണിറ്റ് ആണ് സെൻട്രൽ ഖത്തം അൽ അൽബിയ ആസ്ഥാനം എന്ന് പറയുന്നത്. US ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ഇറാൻ ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾ ആരംഭിച്ച ആക്രമണത്തിന് നിങ്ങൾ വില നൽകണം. നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള അപമാനം, ഖേദം, കീഴടങ്ങൽ എന്നിവ നേരിടുന്നത് വരെ യുദ്ധം തുടരും എന്നതാണ് ഉറപ്പിച്ച് ഇറാൻ പറയുന്നത്. ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങിയ കനത്ത പ്രഹരങ്ങളുടെ തുടർച്ചയായിട്ട് ഞങ്ങളിൽ നിന്ന് കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതും വിനാശകരവുമായിട്ടുള്ള പ്രഹരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ് സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇനി ഞങ്ങൾ അടിക്കും, ഇനി ഞങ്ങൾ എന്ത് വന്ന് സംഭവിച്ചാലും ഈ യുദ്ധം പെട്ടെന്നൊന്നും നിർത്തത്തില്ല, ഞങ്ങൾക്ക് ഏറ്റതിന്റെ കനത്ത പ്രഹരം നിങ്ങൾ കേൾക്കുമെന്നുള്ള വെല്ലുവിളി കൂടിയാണ് ഇത് ഈ ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രംപ് ഇന്ന് നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത്. മാത്രമല്ല അമേരിക്കൻ സൈന്യം ഇറാന് കനത്ത പ്രഹരം ഏൽപ്പിച്ചതായിട്ട് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരണത്തിന്റെ അടുത്തെത്തിയതായിട്ടും ട്രംപ് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇസ്രയേലിൽ ഇറാന്റെ മറുപടി നടന്നിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷെ ഈ പറയുന്ന പൊള്ളയായിട്ടുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവരുന്ന മാനിപ്പുലേറ്റിംഗ് കിങ്ങിന് ഇന്നും ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നായിരുന്നു. പക്ഷേ കരഞ്ഞ് കാലുപിടിക്കാൻ തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്ത്രമാണ് ട്രംപ് നോക്കുന്നത്. പക്ഷെ അത്തരം ഈ തന്ത്രത്തിന്മേല് ഈ ട്രംപ് വീഴും, എന്നാൽ ഇറാൻ വീഴത്തില്ല എന്നുള്ളൊരു ബോധ്യം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ വീണ്ടും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതും അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നത്. എന്തായാലും നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സൈനിക നടപടികളിലേക്ക് നീങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ അവരെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന കടുത്ത ഭാഷയിലുള്ള ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത്. പക്ഷേ ഇപ്പോഴും ട്രംപ് യുദ്ധത്തിന് പോയിട്ടില്ല എന്നതാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. 10 ദിവസം 5 ദിവസം അവധി ചോദിച്ച് എന്നിട്ട് ഇപ്പോഴും യുദ്ധം വലിയ രീതിയിലൊന്നും അങ്ങോട്ടേക്ക് തൊടുത്തു വിടാത്ത അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടാണ് അടുത്ത വെല്ലുവിളി നടത്തുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വൈറ്റ് ഹൗസിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും അവിടെ ഈ ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ അവരുടെ ദേശീയ മാധ്യമങ്ങൾ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് ഇത് സംഭവിക്കില്ല എന്ന് തങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ വാർത്തകളൊക്കെ വരുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നത് അവരുടെ ഒരു വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. അതിനവർ ഏതറ്റം വരെ പോകുമെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായതാണ്. ലോകം മൊത്തത്തിൽ ഒരു ലോക ശക്തി അല്ലെങ്കിൽ ലോക രാജാവ് ഞങ്ങളാണ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ലോക പോലീസാണെന്ന് പറഞ്ഞ അമേരിക്ക ഇന്ന് ഏത് തട്ടിൽ കടക്കുന്നു എന്നുള്ളത് ഇറാന്റെ ഈ ഒരു ഏറ്റുമുട്ടലിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകശക്തി എന്ന് മാറ്റി പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം സംയുക്തമായിട്ട് നിന്ന് ആക്രമണം നടത്തിയിട്ട് പോലും ഒരു പോറൽ പോലും അല്ലെങ്കിൽ ഒരു മണ്ണ് പോലും അവിടുന്ന് കൊണ്ടുപോകാൻ അമേരിക്കൻ സൈന്യത്തിന്
കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗം എപ്പോഴും വ്യക്തമായിരിക്കും, വളരെ ക്ലിയർ ആയിരിക്കും. അവരെടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചായിരിക്കും ഓരോ യുദ്ധവും നീങ്ങുന്നത്. എന്തായാലും ഇത്തരം യുദ്ധങ്ങൾ നീണ്ടു പോവുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അമേരിക്കയുടെ വെല്ലുവിളികളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ പാഴാകും എന്നതിൽ സംശയമില്ല. എന്തായാലും കാണാത്ത കാര്യങ്ങൾ ഇനിയും ഇറാന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് ലോകത്തെ മൊത്തത്തിൽ ഭയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും പുതിയ പുതിയ ബോംബുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ അവർ തൊടുത്തുപിടിക്കുകയാണെങ്കിൽ അത് വലിയ യുദ്ധവും വലിയ കലാശത്തിലേക്കും വിനാശകരമായിട്ടുള്ള നാശത്തിലേക്കും ഒക്കെ പോകുമെന്നതിൽ സംശയമില്ല.